ഇന്ന് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാ. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഇന്നലെ എൻ്റെ പപ്പയെന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ കാണിച്ചു തന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാ. ഞാൻ ഈ വീട്ടിൽ വരുന്നില്ല. ഞാൻ ഈ വീട് വിട്ട് പോവുകയാ. ഞാൻ ഇനി ബീച്ചിലോട്ട് പോയി നീന്തുവാൻ പോകും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ഗൈസ് നമ്മളെ ഷിൻചാനെ ഇവിടെ കാണുന്നില്ല. സാധാരണ എന്നെ ഷിൻചാൻ വന്ന് വിളിക്കുന്നതാണ്. എന്തായാലും മേളിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് മേളിലൊന്നും കാണുന്നില്ല ഷിൻചാനെ. ഗൈസ് ഷിൻചാൻ എവിടെ പോയി ഗൈസ്? ഷിൻചാനെടാ നീ എവിടെ പോയി വിളിച്ചിരിക്കുന്നടാ? ഷിൻചാനെ എന്നെ പറ്റിക്കണ്ടാ ഷിൻചാനെ. ഗൈസ് ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല ഗൈസ്. ഷിൻചാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കളിക്കാൻ വല്ലതും പോയി കാണുന്നു. അപ്പുറത്തെ ചേച്ചിയുടെ വല്ലതും പോയി ചോദിച്ചു നോക്കും ഗൈസ്. ഷിൻചാൻ ജോണിൻ്റെ വീട്ടിൽ പോകാൻ വഴിയൊന്നുമില്ല. പുതിയ വീട് എവിടെയാണെന്ന്, ജോണിൻ്റെ വീട് എവിടെയാണെന്ന് ഷിൻചാൻ അറിഞ്ഞൂടാ. ഞാൻ സോഫയുടെ ഇടയിലെല്ലാം നോക്കട്ടെ ഗൈസ്, ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പുറത്തുകളൊന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് ട്യൂഷൻ ഇല്ലല്ലേ പറയും പോലെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ട്യൂഷനൊന്നും ഇല്ലല്ലേ. അവന് വൈകിട്ടല്ലേ ട്യൂഷൻ, ഇന്ന് രാവിലെ ട്യൂഷനൊന്നുമില്ല. അപ്പുറത്തെ ചേച്ചി അടുത്ത് പോയി ചോദിച്ചു നോക്കാം. ചേച്ചി എന്താടാ ഫ്രാങ്ക്ലിനെ? പിന്നെ ചേച്ചി പിന്നെ ഷിൻചാൻ വല്ലതും അവിടെ വല്ലതും വന്നാടിന്നോ? ഇല്ലടാ, അവൻ ഇവിടെ വന്നില്ലല്ലേ. ഷിൻചാനൊന്നും അവിടെ ചെന്നില്ലെന്ന് പറയുന്നു ഗൈസ്. പിന്നെ അവൻ എവിടെ പോയി കാണും ഗൈസ്? സോ അവൻ എവിടെ പോയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലേ. പോലീസ് സ്റ്റേഷനിൽ പോയൊരു പരാതി എടുക്കണം ഗൈസ്. ഇന്നാണെങ്കിൽ ഒരു ചെറുകനെ പോലും വരിയിലൊന്നും കാണുന്നില്ലല്ലോ. ബോസിനാണെങ്കിൽ സന്തോഷമാവണമെങ്കിൽ ഒരു ചെറുകനെങ്കിലും അവിടെ കൊണ്ട് ചെല്ലണമല്ലോ. കടലിൽ അവിടെ ഏതോണ്ടൊരു പയ്യൻ നിൽപ്പുണ്ടല്ലോ. ഒരു ബോട്ടിൻ്റെ അടുത്തൊന്നും അല്ല അവൻ നിൽക്കുന്നത്. അവൻ ആരാന്ന് എനിക്ക് അറിയണം. എന്തായാലും അവൻ്റെ അടുത്ത് പോയി നോക്കാം. എന്താ മോനെ ഇവിടെ വന്ന് നിൽക്കുന്ന? അത് പിന്നെ ചേട്ടാ, എന്റെ പപ്പയെ കാണാനാണ് ചേട്ടാ. ഞാനേ നിന്റെ പപ്പ പറഞ്ഞിട്ട് ഇവിടെ വന്നേടാ. ആണോ ചേട്ടാ? എന്നാ വാ ചേട്ടാ, പെട്ടെന്ന് വേഗം വൈകാതെ നമുക്ക് വീട്ടിൽ പോവാം. ആടാ വാ. ചുറകൻ എന്തായാലും വിശ്വസിച്ചു. എന്തായാലും ഇന്ന് ബോസിന് നല്ല സന്തോഷമായിരിക്കും. ഈ ചെറുകനെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് എത്തിക്കണം. ബോസ് അവിടെ കാണുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ കാണുമായിരിക്കും. നേരെ എന്തായാലും ബോസിന്റെ അടുത്തോട്ട് പോവാം. ഇവിടെ ആണെന്ന് തോന്നുന്നു അവന്റെ വീട്. മോനാടാ, നിന്റെ വീട് എവിടെയാടാ? ചേട്ടാ നേരെ കാണുന്നതാണ് എന്റെ വീട് ചേട്ടാ. ഇവന്റെ വീട് നേരെ കാണുന്നതാണ്. ഇവിടെ നെറ്റേറെയും പെട്ടെന്ന് ഇടുന്ന പോന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അവന്റെ വലിയൊരു തിരക്ക് വരികയാണെങ്കിൽ പെടും. ആരെയൊക്കെ ചെന്നിടിച്ച് അവര് ചിലപ്പോന്നില്ല. ഇവിടെ ആരും എന്നെ അറിഞ്ഞിടുന്നു. ബ്ലാക്ക് വാനാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഒരു അപ്പൂപ്പൻ എന്നെ കണ്ടല്ലോ. ആ കുഞ്ഞിനെ ഒന്നും കണ്ടില്ലല്ലോ. മോനെടാ, ഷിൻചാനെടാ, നിന്റെ പേരെന്തോടാ? ചേട്ടാ ഇപ്പം വിളിച്ച പേരാണ് എന്റെ പേര്. ഷിൻചാൻ എന്നാണ് എന്റെ പേര് ചേട്ടാ. വായിന്നറിയാതെ വീണതാ. അതെന്തായാലും ശിക്കാരി ശമ്പോ കണക്കായി. എന്തായാലും നേരെ ബോസിന്റെ അടുത്തോട്ട് ആരുടെ കാറി ഒന്നിടിച്ചോ. ചെറുകനെ പേടിച്ചില്ലെന്ന് തോന്നുന്നു. ചെറുകന് നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. ചെറുതായിട്ടൊന്ന് ചില്ല് പൊട്ടി. ബോസിന് എന്നൊരു ദുഃഖ വാർത്തയും ഉണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തായാലും ഷോർട്ട് കട്ട് പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത ദുഃഖ വാർത്ത ഞങ്ങളെ ആവും. പിന്നെ ഈ ചെറുകനെ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോനെ, ഞാനൊരു സത്യം പറയട്ടാ, നിന്നെ ഞങ്ങള് തട്ടിക്കൊണ്ട് വന്നേ. എന്റെ ഫ്രാങ്ക്ലിനെ ഇത് അറിയുകയാണെങ്കിൽ നിങ്ങളെല്ലാരും കൊല്ലും. നിങ്ങളെ ടീമിനെ ഉൾപ്പെടെ കൊല്ലും. എന്നെ വിടു മാമ, പ്ലീസ് മാമ. എനിക്കാണെങ്കിൽ എന്റെ പപ്പയെ കാണണം. മോനെ, നീ എത്ര നില വിളിച്ചിട്ടും കാര്യമല്ല. ഇവൻ എന്നെ ഇടിക്കുന്നുണ്ടോ? നമ്മളെ ടീമിൽ നിന്നിട്ട് നമ്മളെ അടിക്കുന്നാണോ? ബോസ് എന്തിയാ എവിടെ പോയിടാ? നമ്മളെ ടീമിലുള്ള എല്ലാവരെയും വിളിച്ചോണം കേട്ടാടാ, അല്ലെങ്കിൽ ഇവിടെ ഫുൾ അടിയാവും. ചെറുക്കൻ എന്തായാലും അവിടെ തന്നെ ഇരിപ്പുണ്ട്. നീ എവിടെയെങ്കിലും നിൽക്കടാ, എന്റെ പിറക്കെ വരാടടാ. ശരിയടാ, ഞാൻ അങ്ങോട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇവിടെ കിടക്കട്ടെ. ഞാൻ ചെറുക്കനെന്നും ചെറുതായിട്ട് ഡോസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാത്തിനും ഇവിടെ വിളിച്ചു പോകണം. ഇവിടെ കുറെ ചിലപ്പോൾ പോലീസുകാർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ സേഫ് ആയിരിക്കണം. എടാ, പിന്നെ നമ്മളെ ബോസ് എവിടെ പോയിടാ? അത് പിന്നെ എനിക്ക് അറിയാൻ വയ്യ. അയാളാണ്ട് മേളിലാണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ല രീതിക്ക്. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തന്നെ നിൽക്കാം. ചെറുക്കനെ ശരി ഗൈസ് ആണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയൊരു പരാതികളെ കൊടുക്കാം. ഷിൻചാനും കാരണം മിസ്സിങ് ആണ്. അപ്പോൾ പോലീസുകാരടുത്ത് നമുക്ക് ഷിൻചാൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതെടുത്ത് കാണിച്ചു കൊടുക്കാം. ഷിൻചാൻ്റെ പപ്പയാണെങ്കിൽ ഒടുക്കത്തെ വിളി കേട്ടോ. എവിടെ പോയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയൊരു പരാതി ഞങ്ങൾ കൊടുക്കാം. അവിടുന്ന് വല്ലതും കിട്ടിയാലോ ഗൈസ്. നമുക്ക് നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ അടുത്ത് ഓടിച്ചെന്നൊരു പരാതി എടുക്കാം ഗൈസ്. നമുക്ക് നേരെ പോയി സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ പരാതികളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഷിൻചാൻ്റെ പപ്പ വിളിക്കുന്നത് ഗൈസ്. നമുക്ക് എടുക്കണോ ഗൈസ്? അല്ലെങ്കിൽ വേണ്ട, എടുക്കണോ ഗൈസ്? കോള് നല്ല രീതിക്ക് വരുന്നുണ്ട്.
മൊബൈൽ ഓഫാക്കി വെക്കാം ഗൈസ്. മൊബൈലാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫും കാണും ആക്കി വെക്കാം സൈലൻറ്റിൽ. ഞാൻ സൈലൻറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ ഗൈസ് അവൻ എവിടെ പോയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. സോ എന്തായാലും നമുക്ക് ജോണിൻ്റെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കാം നമ്മൾ. എടാ ജോണേടാ, പിന്നെ നിൻ്റെ വീട്ടിലോട്ട് ഒരു ഷിൻചാൻ വല്ലതും വന്നായിരുന്നോടാ? എന്റെ പുതിയ വീട് എവിടാന്ന് അവൻ അറിഞ്ഞൂടല്ലോടാ, അതുകൊണ്ട് അവൻ വരാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഒന്നും വന്നില്ലടാ. ഗൈസ് നമ്മൾ ഷിൻചാൻ അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്നാണ് ഗൈസ് അവൻ പറയുന്നത്. പിന്നെ ഗൈസ് എവിടെ പോയി കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമുക്ക് എൻ്റെ മോനെ പോർച്ചേരി എന്ന് ഇടിച്ചിട്ടുണ്ട്. സോറി ചേട്ടാ, ഇത് വലിയൊരു വണ്ടി ആയതുകൊണ്ടാണ് വന്ന് ഇടിച്ചത്. ഗൈസ് അയാളൊന്നും മിണ്ടുന്നില്ല ഗൈസ്. അയാൾ തട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അയാൾ തട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നൈസിന് ഗൈസ് നമ്മൾ ഷിൻചാനെ കണ്ടുപിടിക്കണം. ഷിൻചാൻ്റെ പപ്പയാണെങ്കിൽ കിടന്ന് വിളിക്കുന്നു ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമ്മൾ അപ്പുറത്തെ സിറ്റിയിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ സിറ്റിയിലെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പുറത്തെ സിറ്റിയിലെങ്ങാണെന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മൾ കാറെടുത്ത് ഗൈസ് നമ്മൾ അപ്പുറത്തെ സിറ്റിയിലോട്ട് ഞങ്ങൾ കത്തിച്ചു വിടാം ഗൈസ്. നമുക്ക് നേരെ പോകേണ്ട ഗൈസ് നമുക്ക് റൈറ്റിലോട്ട് പോവാം ഗൈസ്. നമ്മൾ നേരെ ഗൈസ് നമ്മളെ വണ്ടി അങ്ങോട്ട് റൈറ്റിലോട്ട് ഞങ്ങൾ തിരിച്ചോട്ട് ഗൈസ് നമുക്ക് നേരെ ഗൈസ് പോവാം. നമുക്ക് റൈറ്റിലോട്ട് ഗൈസ് ഇത് നമ്മളറിയാവുന്നൊരു മാമനല്ലേ, ഇയാളടുത്ത് ചോദിച്ചു നോക്കാം. ഇയാൾക്ക് ചിലപ്പം കണ്ടെങ്കിലേ അവനെ. പിന്നെ മാമ ഷിൻചാനല്ലേ ഇവിടെ കണ്ടായിരുന്നു? ഇല്ലടാ ഷിൻചാനൊന്നും ഇവിടെ കണ്ടില്ലടാ. അവൻ ബീച്ചിലോ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഗൈസ്. ബീച്ചിൻ്റെ അവിടെ നിൽക്കുന്നതാണ് മാമൻ പറഞ്ഞത് ഗൈസ്. സോ ഗൈസ് നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകണോ ഗൈസ്? നമുക്ക് നേരെ ഗൈസ് നമ്മൾ അപ്പുറത്തെ സിറ്റിയിലോട്ട് പോകാം ഗൈസ്. നമ്മൾ നേരെ ബീച്ചിലൊക്കെ പോയി നോക്കിയായിരുന്നു നേരത്തെ. എന്തായാലും ഗൈസ് നമുക്ക് അപ്പുറത്തെ സിറ്റിയിൽ ഇങ്ങനെ പോയി നോക്കാം. അവിടെ വല്ലതും അവൻ അവിടെ വല്ലതും നിന്നാലോ ഗൈസ് നമുക്ക് അപ്പുറത്തെ സിറ്റിയിലോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. ഗൈസ് അവിടെ ആ പോലീസുകാരെ വിളിക്കുന്നു ഗൈസ്. എന്താണ് പറയുന്നത് നോക്കാം. പിന്നീടാ ഷിൻചാനെ ഞങ്ങൾ കണ്ടുപിടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സിറ്റിയിലാണ് നമ്മൾ ഷിൻചാനെ കണ്ടുപിടിച്ചത്. അവിടെ കിഡ്നാപ്പറുകളിലുമാണ് അവരെ തട്ടിക്കൊണ്ട് പോയിരുന്നത്. എന്തായാലും നീ അങ്ങോട്ട് പെട്ടെന്ന് പോവാ. ശരി സാറേ. ഗൈസ് നമ്മൾ ഷിൻചാനെ കാണാൻ കിട്ടിയിട്ടുണ്ടെന്നാണ് ഗൈസ് എനിക്ക് അപ്പലേ തോന്നി ഗൈസ്. അവനെ കിഡ്നാപ്പിങ് കാണാൻ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് ഗൈസ് അവനെ കിഡ്നാപ്പിങ് കാണാൻ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് അവൻ ഇപ്പം വിളിച്ച് പറഞ്ഞത്. സോ ഗൈസ് നമ്മൾ എന്തായാലും ഗൈസ് ഞാൻ സ്കിഡ് അടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ഇട്ടെടുത്തേക്കും കാണുന്നില്ല ഗൈസ്. അവന്മാരെല്ലാം അകത്ത് കയറി കാണും ഗൈസ്. നമ്മുടെ പോലീസ് വണ്ടി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് അവന്മാരെല്ലാം നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സോ ഗൈസ് അവന്മാരെ എവിടെ പോയി നോക്കാം ഗൈസ്. അവന്മാർ വന്നിട്ടുണ്ട് ഗൈസ് ആണെങ്കിൽ നമ്മൾക്ക് ഇവന്മാരത്ത് പറഞ്ഞപ്പോൾ ഇവന്മാർ തരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 കോടി രൂപ കൊടുത്താൽ അവന്മാർ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഗൈസ്. നമ്മൾ ഗണ്ണും എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ് ഞാനങ്ങനെ ഗണ്ണെടുത്ത് എൻ്റെ മോനെ പറവറായിടിയുന്നുണ്ട് ഓരോരുത്തരന്മാർ. എന്തായാലും അവന്മാരെല്ലാം ഗൈസ് നമുക്ക് അടിച്ചിടാം ഗൈസ്. സോ എടുത്താണ് തീർത്ത് ഗൈസ്. അടുത്താണ് തീർത്ത് അങ്ങനെ എല്ലാത്തിനും നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഷിൻചാനടാ നീ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാ? പിന്നെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പപ്പയൊന്ന് കാണിച്ചു തരാണ്. അപ്പോൾ ഫ്രാങ്ക്ലിനെ എൻ്റെ പപ്പയൊന്ന് കാണിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടൽ വരെ നീന്തി പോവാന്ന്. അതിന് എനിക്ക് നീന്താനെനിക്ക് അറിയാം അവിടെ ഷിൻചാനെ. എന്തായാലും നീ വന്ന് വണ്ടി കയറും. അവന്മാരെല്ലാം തീർത്ത പാടെ എനിക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്ത് നിൻ്റെ പപ്പയാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുകയായിരുന്നു. എന്തായാലും നിന്നെ ഇപ്പം തന്നെ ഞാൻ കൊണ്ടുപോകാം. ഇതാണെങ്കിൽ വണ്ടി അനങ്ങുന്നില്ല ഗൈസ്. ഈ മിസൈലിട്ട് ഈ വണ്ടി പൊട്ടിച്ചേക്കാം. പോലീസ് വണ്ടികൾ ഇവിടെ പോലീസുകാരൊന്നും വന്നില്ലല്ലോ. ഇവന്മാർ ഡെമ്മിയാണ് കൊണ്ടിട്ടാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ സോ ഗൈസ് എന്തായാലും ഗൈസ് നമ്മളെ ഷിൻചാനെ കാറിൻ്റെ അകത്ത് കയറ്റി. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് സമാധാനം വീണത് ഗൈസ്. സോ അപ്പോൾ നമുക്ക് നേരെ ഗൈസ് നമ്മളെ വണ്ടികളൊക്കെ റിവേഴ്സ് എടുത്ത് ഗൈസ് നമ്മൾ നേരെ ഗൈസ് നമ്മളെ ഷിൻചാൻ്റെ വീട്ടിലോട്ട് കാണാൻ പോവാം. ഷിൻചാൻ്റെ പപ്പയെ കാണാൻ ഇവന് ഭയങ്കര തിടുക്കം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ ഷിൻചാൻ്റെ പപ്പയെ കൊണ്ട് ഷിൻചാനെ കാണിച്ചിട്ട് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.